നമസ്കാരം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ തകൃതി പിടിച്ചുള്ള അന്വേഷണം നടക്കുമ്പോൾ ശരിക്കും അയ്യന്റെ സ്വർണം എല്ലാം വിറ്റുതുലച്ചു എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ശബരിമലയിലെ സ്വർണ്ണ ഉരുപ്പടികൾ വിദേശത്തേക്ക് കടത്തി എന്ന സംശയം ബലപ്പെടുത്തിക്കൊണ്ട് രമേശ് ചെന്നിത്തലയുടെ സുഹൃത്തായ പ്രവാസി വ്യവസായിയുടെ മൊഴിയാണ് എല്ലാത്തിലും വഴിത്തിരിവായത്. നേരത്തെ വിഗ്രഹങ്ങളുടെ ഇടപാടുകളാണ് ഡി മണിയും പോറ്റിയും തമ്മിൽ നടന്നതെന്ന വിധത്തിലായിരുന്നു വാർത്തകൾ എത്തിയിരുന്നത്. പ്രവാസി വ്യവസായിയുടെ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ സ്വർണ്ണ ഉരുപ്പടികളുടെ ഇടപാടാണ് നടന്നതെന്ന് വ്യക്തമാവുകയാണ്. ശബരിമലയിലെ സ്വർണ്ണ ഉരുപ്പടികൾ വിറ്റു എന്നാണ് വിദേശ വ്യവസായിയുടെ മൊഴി. തമിഴ്നാട് സ്വദേശിയായ ഡി മണിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സ്വർണ്ണ ഉരുപ്പടികളുടെ ഇടപാട് നടന്നു. ഇത് തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു എന്നും വിദേശ വ്യവസായിയുടെ മൊഴിയിൽ വ്യക്തമാക്കുന്നു. വ്യവസായി നൽകിയ നമ്പർ കേന്ദ്രീകരിച്ച് SIT നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് ഡിണ്ടിഗലിലെത്തുന്നത്. സ്വർണ്ണ ഉരുപ്പടികൾ പോറ്റി ഇടപാടുകാരനായ ഡി മണിക്ക് കൈമാറിയെന്നും ഈ ഇടപാടിനായി ആദ്യം തന്നെയാണ് സമീപിച്ചതെന്നും വ്യവസായി മൊഴി നൽകിയതായാണ് മാധ്യമ റിപ്പോർട്ടുകൾ എത്തിയത്. തുടർന്നാണ് ഡിണ്ടിഗലിലെ ഡി മണി എന്ന സുബ്രഹ്മണ്യനിലേക്ക് SIT എത്തിയത്. എന്നാൽ പോലീസ് അന്വേഷിക്കുന്ന ഡി മണി താനല്ല എന്നാണ് SITയോട് വ്യക്തമാക്കി തലയുരാൻ ശ്രമിച്ചത്. SIT ഇക്കാര്യം വിശ്വാസത്തിലെടുത്തില്ല എന്നാണ് വിവരം. മണിയോട് ചൊവ്വാഴ്ച ചോദ്യം ചെയ്യലിനായി തിരുവനന്തപുരത്ത് എത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. മണിയുടെ ഫോണിലെ സിമ്മിന്റെ യഥാർത്ഥ ഉടമയെന്ന് പറയപ്പെടുന്ന മണിയുടെ സുഹൃത്തായ ബാലമുരുകനോടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ SIT ആവശ്യപ്പെട്ടിട്ടുണ്ട്. തുടർന്നുള്ള അന്വേഷണത്തിൽ ഈ ചോദ്യം ചെയ്യലുകൾ നിർണായകമാകും എന്നാണ് സൂചന. അതോടൊപ്പം കേസിൽ അറസ്റ്റിലായ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി, ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങാൻ SIT തീരുമാനിച്ചിട്ടുണ്ട്. അതിനുള്ള കസ്റ്റഡി അപേക്ഷ SIT ഇന്ന് തന്നെ കോടതിയിൽ സമർപ്പിച്ചേക്കും. അതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അന്താരാഷ്ട്ര വിഗ്രഹ കടത്ത് സംഘവുമായി അടുത്ത ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കിട്ടിയെന്ന വിധത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. വിവാദ വിഗ്രഹ കടത്തുകാരൻ ഡിണ്ടിഗൽ സ്വദേശി M സുബ്രഹ്മണ്യൻ എന്ന ഡി മണിയുടെ അനുയായിയായ ശ്രീകൃഷ്ണനെ പോറ്റി നിരവധി തവണ ഫോണിൽ വിളിച്ചതിന്റെ രേഖകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചു. പോറ്റിയുടെ ഫോൺ രേഖകൾ പരിശോധിച്ചപ്പോഴാണ് ഇക്കാര്യം പുറത്തു വന്നത്. കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഡി മണിക്ക് അന്വേഷണ സംഘം നോട്ടീസ് നൽകി. എന്നാൽ തമിഴ്നാട്ടിലെ ഉന്നത രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഇയാൾ അന്വേഷണത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ സാധ്യതയുണ്ട് എന്നാണ് സൂചന. കഴിഞ്ഞ ദിവസം ഡിണ്ടിഗൽ മണിയെ ചോദ്യം ചെയ്യാനെത്തിയ കേരള പോലീസിനെ സഹായിച്ചിരുന്ന തമിഴ്നാട് പോലീസ് സംഘവും പെട്ടെന്ന് പിന്മാറിയത് വലിയ ദുരൂഹതകൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. വെറും 7 വർഷം കൊണ്ടാണ് ഒരു സാധാരണ ഓട്ടോ ഡ്രൈവർ ആയിരുന്ന മണി ശതകോടികളുടെ ആസ്തിയുള്ള ഡയമണ്ട് മണിയായി മാറിയത്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് മറയാക്കിയാണ് ഇയാൾ അധോലോക ഇടപാടുകൾ നടത്തിയതെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. സ്വന്തം പേരിൽ ഒരു സിം കാർഡ് പോലും എടുക്കാതെയാണ് മണി ആശയവിനിമയം നടത്തിയിരുന്നത്. ഡിണ്ടിഗലിലെ തയ്യൽ കട ഉടമയായ ബാലമുരുകൻ എന്നയാളുടെ പേരിലുള്ള സിം കാർഡാണ് ഇയാൾ ഉപയോഗിക്കുന്നത്. ഇയാളെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലും മണി ഇടനിലക്കാരനാക്കിയിരുന്നു. മണി 2020 ഒക്ടോബർ 26 എവിടെയായിരുന്നു എന്നതിൽ കൃത്യമായ വ്യക്തത വരുത്താനായി മൊബൈൽ ടവർ ലൊക്കേഷനുകൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. പത്തനംതിട്ട സ്വദേശിയായ പ്രവാസി വ്യവസായി നൽകിയ രഹസ്യ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കം. അന്വേഷണം മുറുകുന്നതിനിടയിൽ മാധ്യമങ്ങളെ കണ്ട മണി താൻ നിരപരാധിയാണെന്ന് അവകാശപ്പെട്ടു. വിലപിടിപ്പുള്ള കാറുകൾ വീട്ടിലിരിക്കെ സാധാരണക്കാരനാണെന്ന് വരുത്തി തീർക്കാൻ പഴയൊരു സ്കൂട്ടറിലാണ് ഇയാൾ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുന്നത്. ജീവിതം ആത്മഹത്യയുടെ വക്കിലാണെന്നും സ്വർണ്ണക്കടത്തുമായി തനിക്ക് ഒരു ബന്ധവുമില്ല എന്നാണ് മണിയുടെ വാദം. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A പത്മകുമാറിന്റെ മൊഴിയിൽ വന്ന പ്രമുഖരെ ചോദ്യം ചെയ്യാൻ ഇതുവരെയും SITക്ക് കഴിഞ്ഞില്ല. വരും ദിവസങ്ങളിൽ സ്വർണ്ണക്കടത്തിൽ ഇനി എന്തൊക്കെ പുരോഗതികൾ ഉണ്ടെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.